പട്ടാമ്പി ഭാഗത്ത് തന്നെയും ഒരുപാട് ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഒരു അദ്ദേഹത്തിന് വീടൊക്കെ വെച്ചു അതിന്റെ താക്കോൽദാനം കഴിഞ്ഞോ? ആ അപ്പം ഇതൊന്നും പക്ഷെ പബ്ലിക്കിലേക്ക് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നില്ല. അതിന്റെ ഒരു അവസരമല്ല ഇപ്പൊ, ഉപകാരം ഉണ്ടാവില്ല അത് ചെയ്താല്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടില്ല ഇപ്പം. അതല്ല ഇപ്പം നീ പറഞ്ഞ ആ ഒരു സംഭവം, അത് ഞാൻ എൻ്റെ അവിടെയും കൂടി അല്ല. സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സമയത്ത് അത് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഇവിടെ തൃശ്ശൂർ തന്നെ തൃപ്രയാർ സൈഡിൽ 2 വീട് വെച്ച് കൊടുത്തു. ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ടി വിയിൽ ആദ്യത്തെ ടി വി ഓൺ ചെയ്തപ്പോൾ ബോധം വന്നപ്പോൾ കണ്ടതാണ്. ടി വി അല്ല, മൊബൈലിലോ മറ്റു മൊബൈൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ കൈ കിട്ടിയപ്പം ഒരു അമ്മൂമ്മയും കുറേ കുട്ടികളും കൂടെ ഒരു കുടി പൊക്കുന്നു. അതിൻ്റെ പിറകിലൊരു ചെറ്റക്കുടലും ടാർപ്പാളിൻ ഷീറ്റ് അടിച്ചിട്ടുള്ള. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു അവരുടെ വീട് ഞാൻ ശരിയാക്കി തരാമെന്ന്. ഞാൻ വിചാരിച്ചു 2-3 ലക്ഷം രൂപ ആണെന്ന്. അത് നോക്കുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്ത് അനിയൻ്റെ വീടും അതുപോലെ തന്നെയാണ്. അപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ 2 വീട്ടിലത്തെയാണ്. അങ്ങനെ ഞാൻ ഇത് അനൗൺസ് ചെയ്ത് സാജൻ അറിഞ്ഞു. സാജൻ എൻ്റെ സുഹൃത്താണ്. സാജൻ അതെ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നല്ലൊരു ബില്ലും കൊടുത്തിട്ടിരിക്കല്ലേ, ഇപ്പോൾ വീടുന്നപ്പോൾ ഞാൻ പറഞ്ഞു സാജ വിചാരിച്ചൊരു 2 മാസത്തിന് പെൻഷൻ 3 മാസത്തിന് പെൻഷൻ തട്ടാം. ഇല്ലല്ല ഞാനതിൽ കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ കൊടുത്ത് വിത്തിൻ 2 days വി ഗോട്ട് 16 lakh rupees, 17+ സംതിങ് 2 ദിവസത്തിനകത്ത് നമ്മൾ വീട് വെച്ച് കൊടുത്തു. അപ്പോൾ ആ ഇനിഷ്യേറ്റീവിൽ അതങ്ങ് പോയി. ഇവിടെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പലരും അതിൻ്റെ പിറകിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഈ നടന്നത് എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപിയുടെ സമയത്ത് രാത്രി ക്യാമ്പയിന് പോയിട്ട് തിരിച്ചു വന്നപ്പം എൻ്റെ അടുത്ത് അവിടുത്തെ മണ്ഡലം തൃപ്രയാർ മണ്ഡലം സാറ് ഒന്ന് ഞങ്ങളുടെ ഇവിടെ നിന്ന് വരണം. കാരണം സുരേഷ് ഏട്ടൻ വന്നിട്ട് അവരെ കാണാതെ പോയി. അവിടെ വന്നു ക്രൗഡിനെ കണ്ട് ഹായ് പറഞ്ഞിട്ട് പോയി സുരേഷ് ഏട്ടൻ. പക്ഷെ ആക്ച്വലി ആ മരിച്ചിട്ടുള്ള പയ്യൻ്റെ വീട്ടിലേക്ക് ഇവർ പോയില്ല എന്ന്. അതിൻ്റെ സുരേഷൻ ഏട്ടൻ വിചാരിച്ചു അവരാണെന്ന് പറഞ്ഞ് ആ റോട്ടിൽ നിന്ന് കൈമ്പ് കൊടുത്തിട്ട് പോയി. പക്ഷെ അത് ഉള്ളിലേക്ക് ഒരു 100 മീറ്റർ നടക്കാണ്ട് 1 ലക്ഷം വീട് കോളനിയാണെന്ന്. അപ്പം നമ്മൾ പോവാം. അവിടെ പോയത് ഒരു മുസ്ലിം വീടാണ്, വർഗീയവാദിയാണ് കേട്ടോ. അപ്പം മുസ്ലിം വീടാണ്, എനിക്കറിയില്ല മുസ്ലിമാണ്. അപ്പം ചെന്നപ്പം ഒരു ചെറുപ്പക്കാരി ഉമ്മ, ചെറുപ്പക്കാരി എന്ന് പറയുന്നത് 10-40 വയസ്സ് കാണുമായിരിക്കും. അപ്പം ഭർത്താവ് വാപ്പ വന്നിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നത്. വേണ്ട ചെറിയൊരു വീടാണ്. തിണ്ണയിലിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പെട്ടെന്നാണ് ഈ സ്ത്രീ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുന്നത്. ഒരേന്നും പറഞ്ഞിട്ട് വിളിച്ച് ഓടുകയാണ്. ഓടിയിട്ട് വെടുക്കുറത്ത് പോകുമ്പോൾ അപ്പോഴത്തേക്കും ഇവരൊക്കെ പോയി പിടിച്ചുകൊണ്ടത് പിന്നെയും കൊണ്ടത് കിടത്തി. ഞാൻ അകത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി എടുത്തിട്ട് മോനെ 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 നമുക്കിത് കാണുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലാണ് പല. ഇങ്ങനെ പുറത്തേക്ക് വന്ന് എന്തെങ്കിലും പിറകിലേക്ക് ഓടിയെന്ന്. ഇല്ല സാർ അവനാകെ 20 വയസ്സായിട്ടുള്ളൂ. അവൻ ഉമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അമ്മയെ ഓർത്തു ഉമ്മേനെ. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കുന്നുണ്ട്. അപ്പം ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ഉമ്മയായിട്ട്. ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞ് ഉമ്മ നിങ്ങൾക്ക് നല്ലൊരു വീട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ടാക്കി തരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഇവൻ ചാല് കയറാൻ തുടങ്ങി തറക്കൊക്കെ ആയിട്ട്. ഈ സമയത്താണ് ഈ പയ്യൻ മരിച്ചു പോകുന്നത് മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ. അപ്പോൾ ഉമ്മയ്ക്ക് ഇതൊക്കെയാണ് കണക്റ്റ് ആവുന്നത്. എൻ്റെ മകനത് പറഞ്ഞു അത് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും. അപ്പം തന്നെ ഞാൻ എൻ്റെ ഡ്രൈവറിനെ വിളിച്ചിട്ട് ബാഗിൽ കുറച്ച് പൈസ ഞാൻ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് നമുക്ക് ഇനിഷ്യേറ്റീവ് നമുക്ക് തുടങ്ങാം. ആ ഉമ്മയുടെ ആഗ്രഹം, ആ ചെക്കൻ്റെ ആഗ്രഹം, അവൻ മരിച്ചു പോയിട്ടുള്ള മോൻ്റെ ആഗ്രഹം ഉമ്മാനെ നമുക്ക് നടത്തി കൊടുക്കാം. ഇതാ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് കൈ കൊടുത്തു. അവർക്കത് വലിയ കാര്യമായി. പക്ഷെ ആ പൈസയിൽ നിന്ന് അവരവിടെ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ സംഘടിപ്പിച്ച് വീടുണ്ടാക്കി 9 മാസത്തിനകത്ത് വീടുണ്ടാക്കിയിട്ട് ഈ ജനുവരിയിലോ മറ്റെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലം പ്രസിഡൻ്റാണ്, BJPയുടെ പ്രസിഡൻ്റാണ് വിളിച്ചത്. സാറേ അന്ന് സാറ് പൈസ കൊടുത്തിട്ട് നമ്മൾ പൈസ തുടങ്ങിയിട്ട് അതിൻ്റെ വീട് ഉണ്ടാക്കി അതിൻ്റെ താക്കോൽദാനാണ്. അപ്പം മുസ്ലിയാർ സാറിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം മുസ്ലിയാർ ആദ്യം എന്നോട് പറഞ്ഞു അതേ നിങ്ങളിപ്പോൾ എന്ത് പൊസിഷനിലായിരിക്കണം എന്നുള്ള നമുക്കറിയാം. നിങ്ങളുടെ അനിയൻ പോയിട്ടില്ല. അപ്പോൾ അനിയൻ മരിച്ചു 4-ാം തീയതി. അപ്പോൾ ഇതൊരു 7-ാം തീയതി 8-ാം തീയതിയാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. എന്നാലും നിങ്ങൾ വന്നിട്ട് ഈ താക്കോൽദാനം ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ സാറിന് ഞങ്ങൾ ഫോഴ്സ് ചെയ്യില്ല. സാറ് വിഷമിച്ചങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ ടി വിയിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഇത് ചെയ്തല്ലോ, ഞാനത് വെറുതെ ഒരു എമൗണ്ട് തന്നു, പക്ഷെ നിങ്ങളത് നടത്തിയില്ലേ.
അപ്പോൾ മുസ്ലിയാറിനെ കൊടുക്കുക ചാവി നമ്മുടെ സൈഡിൽ നിന്ന് പറഞ്ഞത് താക്കോൽദാനം നടന്നു. ഇന്നിപ്പോൾ ആ ഉമ്മ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. സോ ചില കാര്യങ്ങൾ നമ്മൾ ഈ സ്വന്തം അമ്മയോട് എന്തോ കടപ്പാട് ചെയ്ത പോലെ തോന്നിയോ? അത് ഇപ്പോൾ ഈ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഏത് സമയത്തും കണ്ണു പറയുന്നൊരു സംഭവം ഈ അമ്മയുടെയാണ്. അത് ഏത് അമ്മമാരാണെങ്കിലും ശരി, എനിക്ക് അതൊരു പ്രത്യേക വികാരമുള്ളത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉള്ള സമയത്ത് നമ്മളാരും സ്നേഹിക്കാറില്ല. ശരിക്കും ഇവർ നമ്മളവരെ ശ്രദ്ധിക്കാറില്ല. അത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ ഓടുകയായിരിക്കും. ഈ ഓട്ടത്തിലും അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടി എന്നെ ഒന്ന് വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. ആ ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രായശ്ചിത്തം മുഴുവൻ ഇതാ അമ്മ മരിച്ചിട്ട് 20 വർഷമായി. ഇന്നും എൻ്റെ കണ്ണ് അറിയുന്നത് എന്തുകൊണ്ട്? ആ പ്രായശ്ചിത്തമാണത്. പലപ്പോഴും പോകുന്നത് അമ്മ ഞാൻ പോയിട്ട് വരാം, ആ പോകുന്ന സമയത്ത് അമ്മ ഞാൻ പോയിട്ട് വരാട്ടെ. ഇത് തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്ററിൻ്റെ അല്ലെങ്കിൽ 10 അടിയുടെ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് അന്ന് നമ്മൾ ആ ഡിസ്റ്റൻസായിട്ട് കണക്കാക്കി. ഇന്ന് ഡിസ്റ്റൻസ് എത്ര പോയാലും അങ്ങോട്ട് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം അമ്മ അത്രയും ദൂരത്തായിരിക്കും. അപ്പം അതുകൊണ്ടാണ് പിള്ളേരോട് ഞാൻ പറയും, പക്ഷെ മേജറിന് ഏറ്റവും അധികം റിഗ്രറ്റ് ഉണ്ടാവുകയും അങ്ങനെ മിസ്സായി പോയ ഹഗ്ഗുകൾ ആയിരിക്കും അല്ലേ? പലപ്പോഴും അത് നമുക്ക് മിസ് ചെയ്യത് വളരെയധികം. ബിക്കോസ് മറ്റുള്ളവരത് അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാ സദസ്സിലും ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, മല്ലിക ചേച്ചി എന്നെ തെറി വിളിച്ചു, എന്തായിക്കോട്ടെ ഒരു പ്രശ്നമില്ല. ഞാൻ എന്താ പറഞ്ഞത്? അതൊരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് മല്ലിക ചേച്ചി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. മല്ലിക ചേച്ചി എനിക്ക് അത്രയും ഇഷ്ടം. ഞാൻ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ച് അങ്ങനൊരു ബന്ധമാണ്. അപ്പോൾ അത് മകനോടുള്ള ഇഷ്ടത്തിൽ നമ്മൾ തേർഡ് പാർട്ടിയായി. അപ്പോൾ ആ മല്ലിക ചേച്ചി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം ഈ അമ്മ എന്താണ് മകൻ എന്താണെന്നുള്ളത് അത് മിസ് ചെയ്യുന്ന ആളാണ്. അപ്പം അത് ഞാൻ രാജുവിൻ്റെ അടുത്തും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അത് രാജു കേൾക്കുന്നുണ്ടെങ്കിൽ ആ അമ്മയെ കെട്ടിപ്പിടിക്കാൻ മറക്കണ്ട ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഷൂട്ടിങ്ങിൽ ബോംബെയിൽ മാത്രം പോയിരുന്നുകൊണ്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നത് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അമ്മയുടെയും മക്കളുടെയും സ്നേഹത്തിൻ്റെ ഇടയിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗ്ലക്ട് ചെയ്ത ആളാണ് അങ്ങനെയുള്ളൊരു വ്യക്തി. ഉമ്മ എന്ത് പറഞ്ഞു? ഉമ്മ ഞാൻ സംസാരിച്ചില്ല, ഞാൻ പോകണം ഇല്ല. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ 18-ാം തീയതി ആയിരുന്നു അവൻ്റെ ഫംഗ്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എന്തെങ്കിലും ആ ഉമ്മേനെ പോയി കാണണം. ഇതല്ലാതെയും ഉമ്മ എന്നെ കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഉമ്മ ബോധം കെട്ടി കിടക്കായിരുന്നു. ഒരു ഇന്ററാക്ഷൻ പറ്റിയിട്ടില്ല. വാപ്പയായിട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ ഇൻട്രാക്ഷൻ. അപ്പം ഞാനും മണ്ഡലത്തിൻ്റെ ഞാൻ പറഞ്ഞു, എടാ എന്തെങ്കിലും ആ വഴിക്ക്. അപ്പോൾ ഒന്നാമത്തെ റോഡ് ഇതുവരെയും ശരിയാവാത്തതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത്. ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പോവും. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾ പറയില്ല ആരാണെന്നുള്ളത്. ചിലപ്പോൾ മേജർ രവി എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അയാളടുത്ത് കാശ് തന്നതും ശരിയാക്കിയത്. പക്ഷെ നീ നേരത്തെ ചോദിച്ച പോലെ ഇത് പറയാനെന്തിനൊന്നുമില്ല. ഇതിപ്പം പക്ഷേ ഈ കാലഘട്ടം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് മേജർ. ചാരിറ്റി മാർക്കറ്റ് ചെയ്യുന്നവരാണല്ലോ എന്ന് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തുള്ള പൈസയ്ക്കൊന്നും ഒരു കണക്കുമില്ല.